ഹായ് നമസ്കാരം എവർക്കും PSC ക്ലൈംബറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട SCRT പാഠഭാഗങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് 10ാം ക്ലാസ്സിൽ വരുന്ന 2 അധ്യായങ്ങൾ കൂടി മാത്രമാണ്. ബാക്കിയുള്ള 9ാം ക്ലാസ് വരെയുള്ള 5 മുതൽ 9ാം ക്ലാസ് വരെയുള്ള ആ ഒരു ക്ലാസ്സുകളിൽ വരുന്ന എല്ലാ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട പാഠങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. എക്കണോമിക്സും ഇത്തരത്തിൽ നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 ചാപ്റ്റേഴ്സ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഇനി വരുന്ന ക്ലാസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് PSC 2021 മുതൽ 24 വരെ ചോദിച്ച ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ 2024 ക്വസ്റ്റ്യൻസ് മാത്രമാണ് കേട്ടോ. കാര്യം നമുക്കറിയാം 2021 തൊട്ട് 24 വരെ എന്ന് പറയുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കാര്യം പ്രിലിംസിനും ഒക്കെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ സിലബസിൽ ഉള്ളതാണ്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ വരും, ഒത്തിരി ലോങ് ആയി പോകും ക്ലാസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു 2024 ഒരു ക്ലാസ് ആയിട്ട് ചെയ്യാം, 23 ചെയ്യാം, 22, 21 അങ്ങനെ ഓരോ വർഷത്തെയും സെപ്പറേറ്റ് ക്ലാസ്സുകളായിട്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലേക്ക് വരാം. ചാപ്റ്ററിന്റെ പേര് ഇതാണ്, രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും. ഇത് 9ാമത്തെ പാഠമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ അത് പഠിക്കാനുള്ളത്. വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. നോക്കിക്കേ, ആദ്യം എന്താണ് രാഷ്ട്രം, അതിൻ്റെ ഒരു നിർവചനത്തിലേക്ക് വരാം. ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായിട്ടുള്ള ഒരു ജനതയാണ് രാഷ്ട്രം. ശ്രദ്ധിക്കണേ, ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായിട്ട് അധിവസിക്കുന്നവരും പിന്നെയോ പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായിട്ടുള്ള ഒരു ജനതയാണ് നമ്മൾ രാഷ്ട്രം എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത് നോക്കിയപ്പോൾ ജനങ്ങൾ അല്ലെങ്കിൽ എന്താണ് പോപ്പുലേഷൻ കൊണ്ട്, ജനസംഖ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുവാണേ, രാഷ്ട്ര രൂപീകരണത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് ജനങ്ങൾ. പരസ്പര ധാരണ, പരസ്പരാശ്രയത്വം, പൊതു താൽപര്യം എന്നിവയെ അടിസ്ഥാനമാക്കി ജനങ്ങൾ ഒത്തൊരുമയോടെ പ്രവർത്തിക്കേണ്ടത് രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ജനങ്ങളില്ലാതെ രാഷ്ട്രമില്ല. എന്നാൽ ഒരു രാജ്യത്തുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ എത്രയെന്നോ പരമാവധി എത്ര ജനങ്ങൾ ഉണ്ടാകണമെന്നോ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഒരു രാജ്യത്ത് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ എത്രയാണെന്നോ അല്ലെങ്കിൽ പരമാവധി എത്ര ജനങ്ങൾ ഉണ്ടാകണമെന്നോ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് കുറേ കാര്യങ്ങളൊക്കെ വായിച്ചു വിടാനുള്ളതേ ഉള്ളൂ. എവിടെയാണ് പഠിക്കേണ്ടത്, എന്താണ് ഓർത്തിരിക്കേണ്ടതെന്ന് ഞാൻ പറയാം കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ വന്നേ, ഭൂപ്രദേശം അഥവാ ടെറിട്ടറി എന്താണെന്ന് പറയുവാണേ. കൃത്യമായ അതിർത്തികളോട് കൂടിയ ഒരു ഭൂപ്രദേശം രാഷ്ട്രത്തിനുണ്ടാവണം. ജനങ്ങൾ നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിര താമസക്കാരാവുമ്പോഴാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെടുക. ഭൂപ്രദേശ മേഖലയിൽ രാഷ്ട്രത്തിന് പൂർണ്ണമായ നിയന്ത്രണം ഉണ്ടായിരിക്കും. ഭൂപ്രദേശം എന്നാൽ കരയും ജലമേഖലയും വായുമേഖലയും തീരപ്രദേശവും ചേർന്നാണ്. അപ്പോൾ അതൊന്ന് ഓർത്തു വെച്ചേക്കുക. ഭൂപ്രദേശം അല്ലെങ്കിൽ ടെറിട്ടറി എന്നാൽ കരയും ജലമേഖലയും വായുമേഖലയും തീരപ്രദേശവും ചേർന്നതാണ്. ഇനി അടുത്തത് ഇവിടെ നോക്കിക്കേ, ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്താന്ന് നോക്കിക്കേ. സമുദ്ര സാമീപ്യമുള്ള രാജ്യങ്ങളുടെ തീരപ്രദേശത്ത് നിന്നും 12 നോട്ടിക്കൽ മൈൽ അതായത് 22 കിലോമീറ്റർ കടലും ഭൂപ്രദേശത്തിന്റെ ഭാഗമായി കണക്കാക്കും. ഈ മേഖല ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ്, സമുദ്രത്തിന്റെ സാമീപ്യമുള്ള രാജ്യങ്ങളുടെ തീരപ്രദേശത്ത് നിന്നും 12 നോട്ടിക്കൽ മൈൽ കടലും ഭൂപ്രദേശത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കും. ഇതിനെയാണ് അല്ലെങ്കിൽ ഈ മേഖലയാണ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അനുമതിയില്ലാതെ ഈ മേഖലയിൽ പ്രവേശിക്കുന്ന മറ്റു രാജ്യങ്ങളിലെ കപ്പലുകളും ബോട്ടുകളും തീരദേശ സേന പിടിച്ചെടുക്കാറുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഗവൺമെന്റ് എന്താണെന്ന് നോക്കിക്കേ. രാഷ്ട്രത്തിന് അനിവാര്യമായ ഘടകമാണ് ഗവൺമെന്റ്. രാഷ്ട്രത്തിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പാക്കുകയും നീതി ഉറപ്പാക്കുകയും ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. അപ്പോൾ ഓർത്തിരിക്കുക. അടുത്തതാണ് പരമാധികാരം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇവിടെ നമ്മുടെ കേരളത്തിനെ പറ്റി പറയുന്ന ഒരു കാര്യം നോക്കാം കേട്ടോ. കേരളം ഒരു രാഷ്ട്രമല്ല. കേരളം രാഷ്ട്രമാണോ? അല്ല. കൃത്യമായ ഭൂപ്രദേശവും ജനങ്ങളും ഗവൺമെന്റും എന്താണ് കേരളത്തിനുണ്ട്. പക്ഷെ എന്താണ്, കേരളം ഒരു രാഷ്ട്രമല്ല. അപ്പോൾ നോക്കിക്കേ, എന്നാൽ ആഭ്യന്തരവും വൈദേശികവുമായ എല്ലാ വിഷയങ്ങളിലും തീരുമാനമെടുക്കാനുള്ള അധികാരം നമുക്കില്ല, കേരളത്തിന് ഇല്ല.
അതുകൊണ്ട് തന്നെ കേരളത്തെ രാഷ്ട്രമായിട്ട് കണക്കാക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇനി പരമാധികാരത്തിലേക്ക് വരാം. ബാഹ്യ നിയന്ത്രണമില്ലാതെ ആഭ്യന്തര വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനും അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായ നിലപാടെടുക്കാനുമുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം ആർക്കുണ്ട്? രാഷ്ട്രത്തിനുണ്ട്. കണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് നമുക്കതില്ല, അതുകൊണ്ടാണ് കേരളം ഒരു രാഷ്ട്രമല്ല എന്ന് പറയുന്നത്. രാഷ്ട്രത്തിന്റെ ഈ അധികാരം പരമാധികാരം എന്നറിയപ്പെടുന്നു. രാഷ്ട്രത്തിന്റെ ഈ അധികാരത്തിനെ പരമാധികാരം എന്നറിയപ്പെടുന്നു. രാഷ്ട്രത്തെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു പരമാധികാരമാണ്. ഇനി ഇവിടെ ദക്ഷിണ സുഡാനെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. നോക്കിക്കേ, സുഡാൻ വിഭജിച്ച് 2011 രൂപീകൃതമായ രാഷ്ട്രമാണ് ദക്ഷിണ സുഡാൻ. ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാര വിഭജനം പുതിയ രാഷ്ട്ര രൂപീകരണത്തിലേക്ക് നയിക്കുമെന്നതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ്. ഐക്യരാഷ്ട്രസഭയിലെ 190ാമത് അംഗരാജ്യമായ ദക്ഷിണ സുഡാൻ. അപ്പോൾ അതൊന്ന് ഓർത്തു വച്ചേക്കുക. സുഡാൻ വിഭജിച്ചാണ് 2011 എന്തുണ്ടായത്? ദക്ഷിണ സുഡാൻ ഉണ്ടായത്. പിന്നെ ഈ ദക്ഷിണ സുഡാൻ നമ്മുടെ ഐക്യരാഷ്ട്രസഭയിലെ ഒരു അംഗമാണ്. എത്രാമതാണ്? 193ാമതാണ്. ഇനി പരമാധികാരം എന്ന് പറഞ്ഞാൽ രണ്ട് തലത്തിൽ നമുക്ക് പറയാം, രണ്ട് തലങ്ങളുണ്ടെന്ന് പറയാം. ഒന്നാണ് ആഭ്യന്തര തലം, മറ്റൊന്നാണ് ബാഹ്യതലം. ആഭ്യന്തര തലം എന്ന് പറഞ്ഞാൽ എന്താ? ഭൂപ്രദേശ പരിധിക്കുള്ളിൽ എല്ലാ വിഷയത്തിലും തീരുമാനമെടുക്കാനുള്ള അധികാരം ആഭ്യന്തര തലത്തിനുണ്ട്. എന്നാൽ ബാഹ്യതലത്തിനോ അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അധികാരം ആണ് ബാഹ്യതലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പരമാധികാരം രണ്ട് തലത്തിലുണ്ട്, ആഭ്യന്തര തലവും ബാഹ്യതലവും. അടുത്തത് രാഷ്ട്രത്തിന്റെ ചുമതലകളെ പറ്റി പറയുവാണേ. ഇവിടെ നിർബന്ധിതമായിട്ടുള്ള ചുമതലകളും വിവേചനപരമായിട്ടുള്ള ചുമതലകളുണ്ട്. അതിനു മുമ്പ് ഇവിടെ ജർമി ബെന്താം രാഷ്ട്രത്തിനെ പറ്റി പറഞ്ഞ ഒരാശയമുണ്ട്. നോക്കിക്കേ, രാഷ്ട്രത്തിന്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ്. എന്താണ് രാഷ്ട്രത്തിന്റെ ലക്ഷ്യം? ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ജർമി ബെന്താമാണ്. ഓക്കെ, ഇനി ചുമതലകളിലേക്ക് വരാവേ. എന്തൊക്കെയാണ്? നിർബന്ധമായിട്ടുള്ള ചുമതലകളാണ്, നിർബന്ധിതമായിട്ടുള്ള ചുമതലകളാണ് നമ്മൾ ആദ്യം പറയുന്നത്. അതിർത്തി സംരക്ഷണം, ആഭ്യന്തര സമാധാനം, അവകാശ സംരക്ഷണം, നീതി നടപ്പാക്കൽ. ഇത് നാലും എന്താണ്? നിർബന്ധിതമായിട്ടുള്ള ചുമതലകളാണ്. ഏതൊക്കെയാണ്? അതിർത്തി സംരക്ഷണം, ആഭ്യന്തര സമാധാനം, അവകാശ സംരക്ഷണം, നീതി നടപ്പാക്കൽ. ഓക്കെ, ഇനി അടുത്തത് വിവേചനപരമായിട്ടുള്ള ചുമതലകളെ പറ്റിയാണ് അടുത്ത് പറയുന്നത്. അത് ആരോഗ്യ സംരക്ഷണം നൽകുക, വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക, ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക, പിന്നെയോ ഗതാഗത സൗകര്യം ഒരുക്കുക. ഇതൊക്കെയാണ് വിവേചനപരമായിട്ടുള്ള ചുമതലകൾ. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളിലേക്ക് വരുവാണ്. അപ്പോൾ അവിടെ നമുക്ക് 4 സിദ്ധാന്തങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തേതാണ് ദൈവദത്ത സിദ്ധാന്തം. എന്താണ്? രാഷ്ട്രം ദൈവ സൃഷ്ടിയാണ്, രാജാവ് ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്, ദൈവത്തോട് മാത്രമേ രാജാവിന് കടപ്പാടുള്ളൂ. അപ്പം പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, രാഷ്ട്രം ദൈവ സൃഷ്ടിയാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ദൈവദത്ത സിദ്ധാന്തത്തിൽ വരുന്നത്. അടുത്തതാണ് പരിണാമ സിദ്ധാന്തം. നോക്കിക്കേ, രാഷ്ട്രം ചരിത്ര സൃഷ്ടിയാണ്, സാമൂഹ്യ പരിണാമ പ്രക്രിയയുടെ ഫലമായി രൂപം കൊണ്ടു. അപ്പോൾ രാഷ്ട്രം ചരിത്ര സൃഷ്ടിയാണ് എന്ന് പറയുന്നതാണ് പരിണാമ സിദ്ധാന്തം. അടുത്തത് സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം. നോക്കിക്കേ, ജനങ്ങൾ രൂപം നൽകിയ ഒരു കരാറിലൂടെ രാഷ്ട്രം നിലവിൽ വന്നു. മനുഷ്യന്റെ അവകാശങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവർ രാഷ്ട്രത്തിന് രൂപം നൽകി. ഇതാണ് സാമൂഹ്യ ഉടമ്പടി സിദ്ധാന്തം. അടുത്തതാണ് ശക്തി സിദ്ധാന്തം. ശക്തരായവർ ദുർബലരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചതിലൂടെ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ 4 രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വച്ചേക്കുക. അടുത്തത് പൗരത്വം. അപ്പോൾ പൗരത്വം നമ്മുടെ സിലബസിൽ എന്ന് വെച്ചാൽ നമ്മുടെ ആർട്ടിക്കിൾസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൗരത്വം ഒന്ന് പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്.
ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുമുണ്ട്. അപ്പോൾ ആദ്യം ഗ്രീക്ക് ചിന്തകനായിട്ടുള്ള അരിസ്റ്റോട്ടിലിൻ്റെ പൗരത്വത്തിനെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാട് ഇവിടെ പറയുന്നുണ്ട്. ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏത് വ്യക്തിയെയും ആ രാഷ്ട്രത്തിൻ്റെ പൗരൻ എന്ന് വിളിക്കാം. എന്താ പറഞ്ഞത്? ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണ നടപടികളിലും അല്ലെങ്കിൽ നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏത് വ്യക്തിയെയും ആ രാഷ്ട്രത്തിൻ്റെ പൗരൻ എന്ന് വിളിക്കാം. അരിസ്റ്റോട്ടിലാണ് പറഞ്ഞത്, ഓർത്തിരിക്കുക. ഇനി ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വമാണ് പൗരത്വം. ഇപ്പം എന്താണ്? ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായിട്ടുള്ള അംഗത്വമാണ് പൗരത്വം. ഇനി ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ ഒരു ബന്ധം കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതെന്താന്ന് പറയാം. രാഷ്ട്രം പൗരന് അവകാശങ്ങൾ ഉറപ്പു നൽകുമ്പോൾ തന്നെ പൗരന് രാഷ്ട്രത്തോട് കടമകളുണ്ടെന്നും ഇത് വ്യക്തമാക്കുന്നു. കണ്ടോ, രാഷ്ട്രം എന്ത് ചെയ്യുന്നു? പൗരന് അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. അപ്പോൾ പൗരന് രാഷ്ട്രത്തിനോട് ചില കടമകളുണ്ട്. ഇനി അടുത്തത്, എന്തൊക്കെയാണ് രാഷ്ട്രീയ അവകാശങ്ങൾ? ഒന്ന് നോക്കി വെച്ചോണേ, സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങളിലൊക്കെ ചോദിക്കാം. വോട്ട് ചെയ്യാനുള്ള അവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, പിന്നെയോ സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം. ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യനിൽ ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം ഉണ്ടോ എന്നുള്ള രീതിയിൽ. ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം ഉണ്ടോ? ഉണ്ട്. ഓക്കെ. ഇനി അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. ഓർത്തു വച്ചേക്കുക. അത് രാഷ്ട്രീയ അവകാശങ്ങൾ: വോട്ട് ചെയ്യാനുള്ള അവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം. ഇതെല്ലാം എന്തിൽ പെടും? രാഷ്ട്രീയ അവകാശങ്ങളിൽ പെടുന്നതാണ്. ഇനി ലാറി ബേക്കറിനെ പറ്റി പറഞ്ഞു നോക്കി. 1917 ബ്രിട്ടനിലെ ബർമിംഗ്ഹാമിൽ ജനിച്ചു. 1945 ലെപ്രസി മിഷന്റെ ഭാഗമായി ഇന്ത്യയിലെത്തി. ഗാന്ധിയൻ ആശയങ്ങൾ അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചു. കേരളത്തിൽ ചെലവ് കുറഞ്ഞ പാർപ്പിട നിർമ്മാണ രീതി അവതരിപ്പിച്ചു. അപ്പോൾ കേരളത്തിൽ ചിലവ് കുറഞ്ഞ പാർപ്പിട നിർമ്മാണ രീതി അവതരിപ്പിച്ചത് ആരാണ്? ലാറി ബേക്കർ ആണ് എന്നുള്ള കാര്യം ഓർത്തു വച്ചേക്കുക. വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്? വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്ന് അറിയപ്പെടുന്നു. 1989 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ലാറി ബേക്കർ 2007 അന്തരിച്ചു. ആർജിത പൗരത്വത്തിലൂടെ ബേക്കർ ഇന്ത്യൻ പൗരനായി. അപ്പോൾ എന്നാണ്? 1989 അദ്ദേഹം ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് എന്ന് ഓർത്തു വച്ചേക്കുക. ഇനി ഇവിടെ മറ്റൊരു പോയിന്റ് ഉണ്ട്. അതായത് പൗരന് ലഭിക്കുന്ന എല്ലാ അവകാശങ്ങളും വിദേശികൾക്ക് ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതൊന്ന് ഓർത്തു വച്ചേക്കുക. പൗരന് ലഭിക്കുന്ന എല്ലാ അവകാശങ്ങളും വിദേശികൾക്ക് ലഭിക്കില്ല. അപ്പോൾ ഇനി അടുത്ത് നോക്കിയേ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ലാറി ബേക്കർ എന്താണ്? ആർജിത പൗരത്വം, അല്ലെ? നമ്മുടെ ഇന്ത്യൻ പൗരത്വം ആർജിച്ചെടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പൗരത്വം 2 തരമുണ്ട്. ഒന്നെന്ന് പറയുന്നത് സ്വാഭാവിക പൗരത്വമാണ്, മറ്റൊന്ന് ആർജിത പൗരത്വമാണ്. അപ്പോൾ നോക്കിക്കേ, ജന്മനാ ലഭിക്കുന്ന പൗരത്വമാണ് സ്വാഭാവിക പൗരത്വം. അപ്പം ജന്മനാ ലഭിക്കുന്ന പൗരത്വത്തിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? സ്വാഭാവിക പൗരത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമാനുസൃത നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരാൾ നേടുന്ന പൗരത്വമാണ് ആർജിത പൗരത്വം. പൗരത്വ നിയമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന യോഗ്യതകൾ ഉണ്ടെങ്കിൽ മാത്രമേ പൗരത്വം നേടിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ 2 രീതിയിലുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വച്ചേക്കുക. അടുത്തത്, രാഷ്ട്രതന്ത്രശാസ്ത്രം. അപ്പോൾ ഇവിടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞ ഒരു വാചകം കൊടുത്തിട്ടുണ്ടെന്ന് ഓർത്തു വെച്ചേക്കുക. രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചുമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം. എന്താ പറഞ്ഞത്? രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചുമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം. ആരാണ് പറഞ്ഞത്? അരിസ്റ്റോട്ടിലാണ്. നോക്കിക്കേ, അരിസ്റ്റോട്ടിലിന്റെ നിർവചനം അനുസരിച്ച് രാഷ്ട്രം, ഗവൺമെന്റ് എന്നീ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം. രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന തൻ്റെ കൃതിക്ക് അരിസ്റ്റോട്ടിൽ പൊളിറ്റിക്സ് എന്ന് പേര് നൽകി. അപ്പോൾ പൊളിറ്റിക്സ് എന്ന കൃതി ആരുടെയാണ്? അരിസ്റ്റോട്ടിലിൻ്റെ ആണ്. ഓക്കെ, രാഷ്ട്രീയ വിഷയങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ രാഷ്ട്രത്തെ സമഗ്രമായി വിശകലനം ചെയ്ത ആദ്യ കൃതി എഴുതിയത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. അതിൻ്റെ പേരെന്താണ്? പൊളിറ്റിക്സ് എന്നാണ്. അതുകൊണ്ട് തന്നെ അരിസ്റ്റോട്ടിൽ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ് എന്നുള്ള കാര്യം ഓർക്കുക.
നഗര രാഷ്ട്രം എന്ന് അർത്ഥം വരുന്ന ഗ്രീക്ക് പദമായ പോളീസ് എന്ന വാക്കിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്ന പദം രൂപം കൊണ്ടത്. അപ്പോൾ പൊളിറ്റിക്സ് എന്ന പദം വന്നത് ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എന്നുള്ള കാര്യം ഓർമ്മയിൽ വെക്കുക. ഇനി രാഷ്ട്രതന്ത്രശാസ്ത്രത്തിലെ പ്രധാന പഠന മേഖലകളാണ് ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ, അന്തർദേശീയ രാഷ്ട്രീയം, താരതമ്യ രാഷ്ട്രീയം, പൊതുഭരണം. 4 ഉണ്ട്. രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ, അന്തർദേശീയ രാഷ്ട്രീയം, താരതമ്യ രാഷ്ട്രീയം, പൊതുഭരണം. അടുത്തത് രാഷ്ട്രതന്ത്രശാസ്ത്ര പഠനം എന്തിന് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ പ്ലേറ്റോയുടെ വാക്കുകൾ മാത്രം ഒന്ന് ഓർത്തു വച്ചേക്കുക. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. അപ്പോൾ ഈ വാക്കുകളൊന്ന് ഓർത്തു വച്ചേക്കുക. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ഇതാര് പറഞ്ഞതാണ്? പ്ലേറ്റോ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളതുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളാണ് അല്ലെ, കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലാസ് കേട്ടാൽ തന്നെ ഒന്ന് ഓർത്ത് ഓടിച്ചു പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു 10ാം ക്ലാസ്സിൽ തന്നെ വരുന്ന 10ാമത്തെ പാഠമാണ് പൗരബോധം. ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്, പൗരബോധം. ഓക്കെ, അപ്പോൾ അതിലും കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നോക്കാനുള്ളത്. അപ്പം അതിൽ ആദ്യം നമുക്ക് നോക്കാനുള്ളത് പൗരബോധത്തിൻ്റെ പ്രാധാന്യമാണ്. നോക്കിക്കേ, പൗരബോധമില്ലെങ്കിൽ മനുഷ്യൻ സ്വാർത്ഥനാവുകയും എല്ലാ പ്രവർത്തനങ്ങളും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാവുകയും ചെയ്യും. ഇത് സാമൂഹ്യ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും. ഇത്തരം ഒരു സമൂഹത്തിൽ സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാവുകയില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ പ്രത്യേകിച്ചൊന്നും അതിൻ്റെ അകത്ത് പറയാനില്ലല്ലോ, ജസ്റ്റ് വായിച്ചു വിടുന്നേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പൗരബോധത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ ഇത് 5 ഘടകങ്ങളാണുള്ളത്, ഓർത്തു വെച്ചോളുക. കുടുംബം, സംഘടനകള്, വിദ്യാഭ്യാസം, സാമൂഹ്യ വ്യവസ്ഥ, രാഷ്ട്രീയ വ്യവസ്ഥ. അപ്പോൾ പൗരബോധത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? കുടുംബമുണ്ട്, സംഘടനയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സാമൂഹ്യ വ്യവസ്ഥയുണ്ട്, രാഷ്ട്രീയ വ്യവസ്ഥയുണ്ട്. ഇനി അതിനെപ്പറ്റി ഓരോന്നിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് അടുത്തതായിട്ട്. അപ്പോൾ അതും വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല, ഞാൻ ജസ്റ്റ് വായിച്ചു വിടാം കേട്ടോ. ആദ്യത്തെ ഘടകമായിട്ടുള്ള കുടുംബത്തെ പറ്റി പറയുകയാണ്. മുതിർന്നവരെ ബഹുമാനിക്കാനും സമൂഹ സേവനത്തിൽ ഏർപ്പെടാനും നാം പഠിക്കുന്നത് പ്രാഥമിക സ്ഥാപനമായ കുടുംബത്തിൽ നിന്നാണ്. അംഗങ്ങളിൽ കർത്തവ്യബോധം വളർത്തുന്നതിലും നിലനിർത്തുന്നതിലും കുടുംബം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കുടുംബത്തിൽ നിന്നുള്ള പ്രചോദനവും പ്രോത്സാഹനവും പലപ്പോഴും ഉന്നതമായ പൗരബോധം വളർത്തും. ഓരോ വ്യക്തിയും കുടുംബത്തിന് വേണ്ടിയും കുടുംബം സമൂഹത്തിന് വേണ്ടിയുമാണെന്ന ബോധ്യം കുടുംബാന്തരീക്ഷത്തിൽ വളർത്തിയെടുക്കാൻ കഴിയണം. അടുത്തതാണ് വിദ്യാഭ്യാസം. വിവിധ വിഷയങ്ങളുടെ പഠനത്തിലൂടെ ലഭിക്കുന്ന അറിവുകൾ സമൂഹത്തിന് പ്രയോജനകരമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ വ്യക്തിയെ പ്രാപ്തനാക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. മൂല്യബോധം, സഹിഷ്ണുത, നേതൃത്വ ഗുണം, പരിസ്ഥിതി ബോധം, ശാസ്ത്രാവബോധം തുടങ്ങിയവ വളർത്തിയെടുക്കാൻ വിദ്യാഭ്യാസം സഹായിക്കും. പിന്നെ അടുത്ത ഒരു ഘടകം നമ്മൾ പറഞ്ഞു, സംഘടനകൾ. രാഷ്ട്രീയവും സാമൂഹ്യവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിരവധി സംഘടനകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. സേവന സന്നദ്ധയോടെ പ്രവർത്തിക്കാൻ ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നത് പലപ്പോഴും ഇത്തരം സംഘടനകളാണ്. പരിസ്ഥിതി സംരക്ഷണം, മനുഷ്യാവകാശ സംരക്ഷണം, ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ നിരവധി സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. പരിസ്ഥിതിക അവബോധവും മനുഷ്യാവകാശ ബോധവും വ്യക്തികളിൽ സൃഷ്ടിക്കാൻ ഇത്തരം സംഘടനകൾക്ക് സാധിക്കും. അടുത്തതാണ് മാധ്യമങ്ങൾ. പൗരബോധ രൂപീകരണത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ സ്ഥാനമാണുള്ളത്. അച്ചടി മാധ്യമങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങളും സമൂഹത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. വാർത്തകളും വിവരങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്നത് മാധ്യമങ്ങളാണ്. ശരിയായതും വസ്തുനിഷ്ഠവുമായ വിവരങ്ങൾ ക്രിയാത്മക ആശയ രൂപീകരണത്തിലേക്ക് നയിക്കും. മാധ്യമങ്ങൾ നിഷ്പക്ഷവും സ്വതന്ത്രവുമായിരിക്കണം. മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ വിമർശനാത്മകമായി വിലയിരുത്തണം. ഇനി അടുത്താണ് ജനാധിപത്യ വ്യവസ്ഥ. പൗരബോധത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. പൗരബോധം വളർത്തിയെടുക്കുന്നതിന് സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളുടെയും അടിസ്ഥാനം എന്താണ്? ജനാധിപത്യമാണ്. ആ പോയിന്റ് ഒന്ന് ഓർത്തു വെച്ചോണേ. പൗരബോധം വളർത്തിയെടുക്കുന്നതിന് സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളുടെയും അടിസ്ഥാനം ജനാധിപത്യമാണ്. ജനാധിപത്യ ഭരണം
ജനാധിപത്യം ഒരു ഭരണക്രമം എന്നതിലുപരി ജീവിതശൈലിയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ജനാധിപത്യ സമീപനം ഉണ്ടായിരിക്കണം. ജനങ്ങൾ പരസ്പര സഹകരണത്തോടെ ജീവിക്കേണ്ടത് ജനാധിപത്യ സമൂഹത്തിന് അനിവാര്യമാണ്. മറ്റുള്ളവരിൽ നിന്നും സ്വീകരിക്കുന്ന സഹകരണവും പിന്തുണയും തിരികെ നൽകുകയെന്നത് ഉയർന്ന ജനാധിപത്യ ബോധത്തിന്റെ അടയാളമാണ്. ജനാധിപത്യം സഹജീവികളെക്കുറിച്ച് ചിന്തിക്കാനും അവരുടെ സ്വാതന്ത്ര്യം, സമത്വം, അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കാനും വ്യക്തികളെ പ്രേരിപ്പിക്കും. അപ്പം അതൊക്കെ ജസ്റ്റ് വായിച്ചു വിടാനുള്ളതേ ഉള്ളേ, ഒന്നും പഠിച്ചു വെക്കേണ്ടതായിട്ടില്ല. ഇനി പൗരബോധവും ധാർമ്മികതയും എന്ന് പറയുന്ന ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടത് ധാർമ്മികത ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ വരുന്നത്? ആദർശമില്ലാത്ത രാഷ്ട്രീയം, അധ്വാനമില്ലാത്ത സമ്പത്ത്, മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം, ധാർമ്മികതയില്ലാത്ത വാണിജ്യം, സ്വഭാവ മഹിമയില്ലാത്ത വിദ്യാഭ്യാസം, ത്യാഗമില്ലാത്ത ആരാധന, മനസാക്ഷിയില്ലാത്ത സന്തോഷം. ഇവ അത്യന്തം അപകടമാണ്. ഇതാണ് ഗാന്ധിജിയുടെ കാഴ്ചപ്പാട്. അതായത് ആദർശമില്ലാത്ത രാഷ്ട്രീയം, അധ്വാനമില്ലാത്ത സമ്പത്ത്, മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം, ധാർമ്മികതയില്ലാത്ത വാണിജ്യം, സ്വഭാവ മഹിമയില്ലാത്ത വിദ്യാഭ്യാസം, ത്യാഗമില്ലാത്ത ആരാധന, മനസാക്ഷിയില്ലാത്ത സന്തോഷം. ഇതെല്ലാം എന്താണ്? അപകടമാണ് എന്നുള്ളതാണ് ഗാന്ധിജി പറയുന്നത്. ഇനി പൗരബോധം നേരിടുന്ന വെല്ലുവിളികളെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. ഓരോരുത്തരും അവരവരുടെ പ്രവർത്തനങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തുക. പിന്നെ പൊതു താല്പര്യങ്ങൾ ഹനിക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക. അതേപോലെ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ നമ്മളിൽ നിന്ന് തുടങ്ങുക. ജനാധിപത്യത്തിലും സഹിഷ്ണുതയിലും അധിഷ്ഠിതമായി പ്രവർത്തിക്കുക. അവകാശങ്ങൾക്കൊപ്പം ചുമതലകൾക്കും തുല്യ പരിഗണന നൽകുക. അപ്പോൾ ഇതൊക്കെയാണ് പൗരബോധം നേരിടുന്ന വെല്ലുവിളികളെ മറികടക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേക്കുക കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അധികം ഒന്നും തന്നെ പഠിക്കാനില്ല. ജസ്റ്റ് ഒരു തവണ ഒന്ന് വായിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അത് എനഫാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ 2024 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ആ ക്ലാസ്സിൽ കാണാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.